ഇന്നത്തെ നോട്ട്സ് അഗസ്ത്യർകൂടം അല്ലെങ്കിൽ അഗസ്ത്യമല, അതുപോലെ തന്നെ ആനമുടിയെയും കുറിച്ചാണ്. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ്. 2016 യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവമേഖല അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം അഗസ്ത്യമല, 1ാമത്തേത് നീലഗിരി ബയോസ്ഫിയർ റിസർവാണ്. അഗസ്ത്യർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2001. സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യർകൂടത്തിൻ്റെ ഉയരം 1868 മീറ്റർ, അതായത് 6128.6 അടി. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ്. അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് തമിഴ്നാട്ടിലെ താമ്രപർണി. അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന നദികൾ കരമന, നെയ്യാറ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ നെയ്യാറ്, പേപ്പാറ, ചെന്തുരണി 3 വന്യജീവി സങ്കേതങ്ങളാണ്. അടുത്തത് ആനമുടി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ, അതായത് 8842 അടി. ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടനാണ് 1862. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാറാണ്, ദേവികുളം താലൂക്കിൽ. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ആനമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമലയാണ്. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമലയാണ്. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരിയാണ്.